13-ാം ദിവസം. നിങ്ങൾക്ക് ഭൂമിയിൽ സ്ഥിരമായ വാസസ്ഥലങ്ങളില്ല. ഗൊണ്ടഫറസ് രാജാവിൻ്റെ നാട്ടിൽ തോമാസ് ലീഹ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റൊരു രാജ്യത്തു നിന്നും ഒരു രാജദൂതൻ അദ്ദേഹത്തെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്നു. അതനുസരിച്ച് അപ്പസ്തോലൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരോട് യാത്ര പറയുവാൻ ആരംഭിച്ചു. അവർക്ക് ദീർഘമായ ഉപദേശം നൽകിയ ശേഷം അവരുടെ കാര്യങ്ങൾ നോക്കുവാനും അവരുടെ ശുശ്രൂഷകനുമായി സാന്തിഫസ് എന്ന ഡീക്കനെ നിയമിച്ചു. അതിനുശേഷം ശ്ലീഹ പുതിയ ദേശത്തേക്ക് യാത്രയായി. വിചിന്തനം. ഗൊണ്ടഫറസിന്റെ ഇന്തോ പാർത്തിയൻ രാജ്യത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന തോമാസ് ലീഹ അവിടെ നിന്നും യാത്രയാകുവാനുള്ള കാരണം തക്ഷശില പട്ടണത്തിൻ്റെ നാശമായിരുന്നു. AD 50 കുഷാൻ വംശജർ തക്ഷശില ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പട്ടണം പൂർണ്ണമായും തകർന്നു. ജനങ്ങൾ ചിതറിക്കപ്പെട്ടു. കുഷാൻ രാജാക്കന്മാർ ബുദ്ധമത അനുയായികളായി. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന തോമാസ് ലീഹ ഇന്തോ പാർത്യൻ രാജ്യാതിർത്തി കടന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിൽ പ്രവേശിച്ചു. ആ സാമ്രാജ്യത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് തിരികെ ജെറുസലേമിലേക്ക് യാത്രയായി. അപ്പസ്തലനോടൊപ്പം ധാരാളം ക്രൈസ്തവർ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഫാർസിലെത്തി. തനിക്ക് ചുറ്റും നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ഒരു മിഷണറി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അവയോട് ക്രിയാത്മകമായും ദൈവഹിതപ്രകാരവും പ്രതികരിക്കുവാൻ സാധിക്കണം. സംഭവിക്കുന്നതെല്ലാം ഉപരിനന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ മുന്നോട്ട് നീങ്ങുവാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. 4-5 വർഷം കൊണ്ട് നേടിയെടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് നശിച്ചല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് നിരാശയിലാണ്ടുപോയാൽ പ്രതികരണശേഷിയും പ്രവർത്തനാഭിമുഖ്യവും നഷ്ടപ്പെടും. ദൈവിക പദ്ധതിയിൽ എല്ലാത്തിലും ഇടമുണ്ടെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾക്കായി കർത്താവ് തന്നെ നിയോഗിക്കുന്നുണ്ടെന്നും കരുതേണ്ടത് ആവശ്യമാണ്. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പരാജയത്തിൻ്റെ ഭീതി നമ്മെ പിടിച്ചു കുലുക്കുമ്പോൾ ആത്മധൈര്യം നഷ്ടപ്പെടരുത്. ഒരിടത്ത് പരാജയപ്പെടുമ്പോൾ വേറൊരിടത്ത് ദൈവം വിജയം നൽകുമെന്ന് വിശ്വസിക്കാൻ സാധിക്കണം. ഓരോ പരാജയവും ഓരോ അവസരമാണ് തുറന്നു തരുന്നത്. അതിനു മുൻപിൽ പകച്ചു നിൽക്കാതെ ഉപരിബോധ്യത്തോടെ മറ്റു കർമ്മങ്ങളിലേക്ക് കടക്കുവാനുള്ള ശക്തിയാണ് ആവശ്യമായിട്ടുള്ളത്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ദൈവഹിതം ദർശിക്കുന്ന തോമാസ് ലീഹ നമുക്ക് മാതൃകയാകട്ടെ. തൃപ്പാദം വാഴ